എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നാളികേരമൊന്നും അരയ്ക്കാതെ തയ്യാറാക്കിയെടുത്ത കടച്ചക്ക കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കൂ. ഞാൻ കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറിക്ക് നമ്മളിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇതിന് ശീമച്ചക്ക എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് കടച്ചക്ക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണമാണ് കറിക്കായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാനതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നില്ല, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിത് അരിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു കറ വരും, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുകയോ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10-12 ചെറിയുള്ളി എടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ സവാള ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾക്കിതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ സവാളയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ കളറ് ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. സവാളയും അതുപോലെ തന്നെ തക്കാളിയും പെട്ടെന്ന് തന്നെ നമ്മൾക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മളിത് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് വെന്ത് കിട്ടും. ഒരു 4 മിനിറ്റ് അത്ര എടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഞാൻ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനകത്തേക്ക് വേണ്ടത് കുരുമുളകാണ്. 1 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടിക്കൊക്കെ എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും 1 ടീസ്പൂണോളം എടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൺചട്ടിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ വളരെ കുറച്ച് തീ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു പാകത്തിന് വന്നു കഴിയുമ്പം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കടച്ചക്ക ഞാൻ മൺചട്ടിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ആ ഒരു കടച്ചക്ക ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റായി കിട്ടണം. ഒരുപാടൊന്നും വേണ്ട, ചെറിയ രീതിയിൽ. അത് പെട്ടെന്ന് ആയിക്കോളും. ആ മുളക് പൊടിയൊക്കെ നമ്മുടെ ആ കടച്ചക്കയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. കടച്ചക്ക പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം കേട്ടോ. കുക്കറിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കടച്ചക്ക ചേർത്ത് കൊടുത്ത് വിസിൽ കേൾപ്പിച്ചാലും മതി. ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ മൺചട്ടിക്കകത്ത് തയ്യാറാക്കുകയാണെങ്കിലും. ഇനി കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടച്ചക്കയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കുക. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മളിതാ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയൊക്കെ ഉണ്ടല്ലോ
അത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതാ നമ്മൾ വേവാൻ വച്ചിരിക്കുന്ന കടച്ചക്ക ഈ സമയം കൊണ്ട് ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് കിട്ടേണ്ടത്. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്. ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് കിട്ടേണ്ടത്. ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചു വച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടച്ചക്കയൊക്കെ തയ്യാറാക്കുമ്പം ഒരുപാടങ്ങ് വെള്ളത്തിലല്ല നമ്മൾ എടുക്കാറുള്ളത് അല്ലേ. ഇറച്ചിക്കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കാറുള്ളത്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതാ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ ബേ ലീഫും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ഒരു അരപ്പൊക്കെ നമ്മുടെ കടച്ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 5 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കടച്ചക്ക കറി ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് വറ്റി വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ നാളികേരം ഒന്നും ചേർക്കാതെ എന്നാലും നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി വളരെ രുചികരമായിട്ടുള്ള കടച്ചക്ക കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളികേരം ഒന്നും അരയ്ക്കാതെ വളരെ രുചികരമായി തയ്യാറാക്കിയെടുത്ത ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോലെ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.